ഏവർക്കും നമസ്കാരം. ആധുനിക തിരുവിതാംകൂറിനെക്കുറിച്ചും തിരുവിതാംകൂറിലെ രാജാക്കന്മാരായ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ളവരെക്കുറിച്ചുമുള്ള വീഡിയോയുടെ ആദ്യ ഭാഗമാണിത്. ആധുനിക തിരുവിതാംകൂർ. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ദേശീയ ഗാനം അറിയപ്പെട്ടിരുന്നത് വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം അറിയപ്പെട്ടിരുന്നത് വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിരുന്നത് മതിലകം രേഖകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. ഒന്നുകൂടി നോക്കാം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമായിരുന്നു തിരുവിതാംകൂർ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമായിരുന്നു വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് ഹിരണ്യഗർഭം എന്ന പേരിലാണ്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത് പഞ്ചഗവ്യം എന്ന പേരിലാണ്. പഞ്ചഗവ്യം എന്ന പേരിലാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ടിരുന്നത് മതിലകം രേഖകൾ എന്നാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്ര ശംഖാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്ര ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം തിരുവിതാംകൂർ ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ, ആധുനിക അശോകൻ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ, ആധുനിക അശോകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനും അമ്മ ആറ്റിങ്ങൽ റാണിയുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ അച്ഛൻ കിളിമാനൂർ കോയിത്തമ്പുരാനും അമ്മ ആറ്റിങ്ങൽ റാണിയുമായിരുന്നു. ഇദ്ദേഹം ജനിച്ചത് 1706. ഇദ്ദേഹം ജനിച്ചത് 1706. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അലക്സാണ്ടർ ഓമിയുമായി ചേർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അലക്സാണ്ടർ ഓമിയുമായി ചേർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ ഉടമ്പടി ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായ വർഷം 1729.
മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായ വർഷം 1729. മാർത്താണ്ഡവർമ്മയുടെ നയം ചോരയും ഇരുമ്പിന്റെയും നയം അല്ലെങ്കിൽ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ നയം ചോരയുടെയും ഇരുമ്പിന്റെയും നയം അഥവാ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിന്റെ ബിസ്മാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു. ഇവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന് അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്ന സമയത്ത് ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിക്കുകയും കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പ്യന്മാരെ ഏൽപ്പിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാർ, പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നതോടുകൂടി എട്ടുവീട്ടിൽ പിള്ളമാർ, പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അമർച്ച ചെയ്തു. ഒന്നാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തീയതി 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് ഒന്നാം തൃപ്പടിദാനം നടത്തിയത്. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനുശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. കായംകുളം ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി നടത്തിവന്നിരുന്ന 56 ദിവസം നീണ്ടുനിൽക്കുന്ന യാഗമാണ് മുറജപം. തിരുവിതാംകൂറിൽ 6 വർഷത്തിൽ ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രീതിക്കായി നടത്തിവരുന്ന 56 ദിവസം നീണ്ടുനിൽക്കുന്ന യാഗമാണ് മുറജപം. മുറജപത്തിന്റെ ചെറുചടങ്ങായ ഭദ്രദീപം 6 മാസത്തിലൊരിക്കൽ 7 ദിവസമായി നടത്തുന്നു. മുറജപത്തിന്റെ ചെറുചടങ്ങായ ഭദ്രദീപം 6 മാസത്തിലൊരിക്കൽ 7 ദിവസമായി നടത്തുന്നു. 1750-ലാണ് മുറജപം ആദ്യമായി ആഘോഷിച്ചത്. 1750-ലും അവസാനമായി മുറജപം നടന്നത് 1936-ലുമാണ്. ആദ്യമായി 1750-ലും അവസാനമായി 1936-ലുമാണ് മുറജപം നടന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതും ശീവേലിപ്പുര പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതും ശീവേലിപ്പുര പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം പത്മനാഭപുരവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനം പത്മനാഭപുരവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയും ആയിരുന്നു. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തിന് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തിന് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കീഴിലെ നായർ സൈന്യം അറിയപ്പെട്ടിരുന്ന പേരാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ കീഴിലെ നായർ സൈന്യം അറിയപ്പെട്ടിരുന്ന പേരാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണികഴിപ്പിച്ച അണക്കെട്ടുകളാണ് പുത്തൻ അണ, പൊന്മന അണ എന്നിവ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ പണികഴിപ്പിച്ച അണക്കെട്ടുകളാണ് പുത്തൻ അണ, പൊന്മന അണ എന്നിവ. ഇവ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിക്കടുത്താണ് പുത്തൻ അണയും പൊന്മന അണയും സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരിയിലെ വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്.
കന്യാകുമാരിയിലെ വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാനായിരുന്നത് അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യ ദിവാനായിരുന്നത് അറുമുഖം പിള്ള. വർക്കല നഗരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. വർക്കല നഗരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ രാജകീയ പ്രഖ്യാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് വരിയോലകൾ എന്ന പേരിലാണ്. തിരുവിതാംകൂറിലെ രാജകീയ പ്രഖ്യാപനങ്ങൾ അറിയപ്പെട്ടിരുന്നത് വരിയോലകൾ എന്ന പേരിലാണ്. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്ത കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ പ്രശസ്ത കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. ഡച്ചുകാർക്കെതിരെയുള്ള കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഡച്ചുകാർക്കെതിരെ കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-ന്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. വിദേശ ശക്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടുകൂടി വിദേശ ശക്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയായി മാറി മാർത്താണ്ഡവർമ്മ. യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. യുദ്ധത്തിന്റെ പരാജയത്തെ തുടർന്ന് ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഡിലനോയിയാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടിരുന്നത് ഡിലനോയിയാണ്. ഡിലനോയിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഉദയഗിരി കോട്ട കന്യാകുമാരിക്കടുത്ത തക്കലയിലാണ്. ഡിലനോയിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഉദയഗിരി കോട്ട കന്യാകുമാരിക്കടുത്ത തക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡിലനോയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂർ ആക്രമിച്ചതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചു. തിരുവിതാംകൂറിൽ ആക്രമിച്ചതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും 1742 മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചു. എന്നാൽ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കായംകുളം രാജാവ് ലംഘിച്ചതിനാൽ 1746 മാർത്താണ്ഡവർമ്മ പുറക്കാട് യുദ്ധത്തിലൂടെ കായംകുളം കീഴടക്കി. മാന്നാർ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കായംകുളം രാജാവ് ലംഘിച്ചതിനാൽ 1746 പുറക്കാട് യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ കായംകുളത്തെ കീഴടക്കി. അടുത്തത് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഉടമ്പടിയുടെ തീയതി 1753 ഓഗസ്റ്റ് 15. 1753 ഓഗസ്റ്റ് 15. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ആറ്റിങ്ങൽ തിരുവിതാംകൂർ ലയിപ്പിച്ചത് 1730-നാണ്. ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് 1730. മാർത്താണ്ഡവർമ്മയുടെ നികുതി പിരിവ് മന്ത്രിയായിരുന്നത് പള്ളിയാടി മല്ലയ്യൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മയുടെ നികുതി പിരിവ് മന്ത്രിയായിരുന്നത് പള്ളിയാടി മല്ലയ്യൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നും അതിന്റെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത് കാര്യക്കാർ എന്നുമാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നും അതിന്റെ തലവന്മാർ കാര്യക്കാർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണപ്പെട്ട കൊട്ടാരക്കര ഭരണാധികാരിയായിരുന്നു വീര കേരളവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണപ്പെട്ട കൊട്ടാരക്കര ഭരണാധികാരിയായിരുന്നു വീര കേരളവർമ്മ. മാർത്താണ്ഡവർമ്മ കൽക്കുളം കൊട്ടാരം പുതുക്കിപ്പണിയുകയും പത്മനാഭപുരം എന്ന പേര് നൽകുകയും ചെയ്തു. കൽക്കുളം കൊട്ടാരം പുതുക്കിപ്പണിഞ്ഞ് പത്മനാഭപുരം എന്ന പേര് നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. ജന്മിത്വ ഭരണം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ച രാജാവും മാർത്താണ്ഡവർമ്മയാണ്. ജന്മിത്വ ഭരണം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ച ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയാണ്.
മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. 1742 ഇളയിടത്ത് സ്വരൂപത്തെ അഥവാ കൊട്ടാരക്കരയെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ചേർത്തു. 1742 ഇളയിടത്ത് സ്വരൂപത്തെ അഥവാ കൊട്ടാരക്കരയെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ചേർത്തു. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ആനന്ദേശ്വരം യുദ്ധം നടന്നത് 1754 ജനുവരി 3-നാണ്. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ആനന്ദേശ്വരം യുദ്ധം നടന്നത് 1754 ജനുവരി 3-നാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ബജറ്റ് അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക് എന്ന പേരിലാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ബജറ്റ് അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടിരുന്നത് ചൗക്കകൾ. ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടിരുന്നത് ചൗക്കകൾ. പോസ്റ്റൽ അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ. പോസ്റ്റൽ അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ. ധനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ. ധനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ. വില്ലേജ് ഓഫീസുകൾ അറിയപ്പെട്ടിരുന്നത് പകുതികൾ. വില്ലേജ് ഓഫീസുകൾ പകുതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വില്ലേജ് ഓഫീസർമാരെ പർവത്തിക്കാർ എന്ന പേരിലും അറിയപ്പെട്ടു. വില്ലേജ് ഓഫീസർമാരെ പർവത്തിക്കാർ എന്ന പേരിലും അറിയപ്പെട്ടു. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയത്.